സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല രാജ്യത്തെ മറ്റ് ഭൂപ്രദേശങ്ങളും ഇറാൻ ആക്രമിച്ചെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഖത്തർ വിമാനത്താവളത്തിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി. The attack on our sovereignty, the blatant attack on our people, on the security and safety of our nation, has already crossed every possible red line. And therefore we have taken all possible measures, and we reserve the right to retaliate. And as I said, our leaders are considering right now all the options on the ground. Our main focus right now is in protecting our sovereignty, protecting our people, protecting the residents who live here in Qatar of 140 nationalities. And we, as mentioned before, our armed forces, our great armed forces, are doing a wonderful job in protecting our country very bravely and have shown. അബ്ബാസ് മുഹമ്മദിലേക്കാണ്. അബ്ബാസ്, ആദ്യഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം അത് യുഎസിന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ തങ്ങൾ ആക്രമിക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് വിപരീതമായി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നു എന്ന നിലപാടാണോ ഖത്തർ സ്വീകരിക്കുന്നത്? ഒപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം, തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും അവർ പറയുകയാണ്. അനിഷ, അതെ, കുറച്ച് മുമ്പാണ് മാജിദ് അൽ അൻസാരിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. മാജിദ് അൻസാരി ഇവിടെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയർ ആയിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിലെ ഏറ്റവും മുതിർന്ന ഡിപ്ലോമാറ്റാണ്. അദ്ദേഹമാണ് ഈ രാജ്യത്ത് സംഘർഷങ്ങളടക്കമുള്ള വിഷയങ്ങളിലെ ഈ രാജ്യത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കാറുള്ളത്. ഗസ അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അദ്ദേഹമാണ് ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ നിലപാടും അതുപോലെ നയനിലപാടുകളൊക്കെ വിശദീകരിക്കാറുള്ളത്. ഈ ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ തവണയാണ് മാജിദ് അൽ അൻസാരി മാധ്യമങ്ങളെ കാണുന്നത്. ഒന്നാം തവണയാണ്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ ഇൻട്രോയിൽ വായിച്ച പോലെ തന്നെ നേരത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അഥവാ അൽ ഉദൈദ് ബേസ് വ്യോമത്താവളം ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ ആക്രമണമെങ്കിൽ നിലവിൽ അത് ഖത്തറിൻ്റെ ടെറിട്ടറിയിലേക്ക്, ഖത്തറിൻ്റെ മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഖത്തറിലെ ഇൻഡസ്ട്രിയൽ സിറ്റികളായ റാസ് ലഫാനിലും അതുപോലെ തന്നെ മിസൈദിലുമൊക്കെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്. അതുകൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആ ആക്രമണ ശ്രമങ്ങളെ തങ്ങൾ വ്യോമസേന പ്രതിരോധിച്ചു എന്നും വാർത്താ സമ്മേളനത്തിൽ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം അദ്ദേഹം പറയുന്ന വളരെ സുപ്രധാനമായ കാര്യം ഈ രാജ്യത്തെ പൗരന്മാർ, അതുപോലെ ഈ രാജ്യത്തെ താമസക്കാർ, ഇവരുടെ സുരക്ഷയാണ് അതിപ്രധാനം. എല്ലാ കാലത്തും ഖത്തർ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, പ്രഥമ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലും അതിന് തന്നെയാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായ ശേഷം, വ്യവസായ നഗരങ്ങളിലെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഖത്തർ എനർജി അവിടുത്തെ LNG ഉൽപ്പാദനം നിർത്താനുള്ള കാരണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഓഫ് ഷോറിലെയും അതുപോലെ ഓൺ ഷോറിലെയും ഒക്കെ ഉള്ള ജീവനക്കാരുടെ സുരക്ഷയാണ് തങ്ങളെ സംബന്ധിച്ച് പ്രധാനം. അതുകൊണ്ടാണ് അവിടുത്തെ LNG ഉൽപ്പാദനം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുന്നത്. എന്നാൽ അത് ആഗോള ഇന്ധന മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ ലോകത്തെ തന്നെ ഏറ്റവും 20% LNG ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഖത്തർ. അത് ഒരു ചെറിയ തോതിലെങ്കിലും ഇത്തരം ഒരു ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തുകയോ ഹാൾട്ട് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് അന്താരാഷ്ട്ര ഇന്ധന മേഖലയിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. ഈ ഖത്തർ